ക്ലേ വെച്ചിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലേ ആദ്യം തന്നെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി ക്രാഫ്റ്റാണ്. ഇനി നമ്മൾ ക്ലേ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. റോൾ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ലീഫിൻ്റെ ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. ഒരു ലില്ലി ലീഫിൻ്റെ ഷേപ്പാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ആദ്യം ഒന്ന് വരച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നന്നായി അമർത്തി അതിലോട്ട് വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ വരച്ചതിന് ശേഷം പേപ്പർ വെച്ച് ഇതേപോലെ മാർക്ക് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് എടുത്തതിന് ശേഷം ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു അൺഈവൻ ആയിട്ടുള്ള ഷേപ്പ്, അതുപോലെ തന്നെ ആ ഒരു സൈഡ് ഇങ്ങനെ തിന്നായിട്ട് വരും. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിലോട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈയിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ താഴെ വെച്ചിട്ടും ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ എടുത്തിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ഇതിലോട്ട് മാറ്റി വയ്ക്കാം. അതിപ്പോൾ ഞാനൊരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസോ ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ ഒരു കവറിലോട്ടോ മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. ഇതിന് ഞാൻ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡിലൂടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് പൊന്തിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ ലില്ലി ഫ്ലവറിൻ്റെയൊക്കെ വെള്ളത്തിൽ വളരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ പൊന്തിയും താന്നൊക്കെയല്ലേ ഇരിക്കുക. അപ്പോൾ അതേപോലെ പൊന്തിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി സൈഡുകൾ പൊന്തിയിട്ട് ബാക്കി വരുന്ന സൈഡുകളും വീണ്ടും നമ്മൾ ഈ ഒരു പെയിൻറ്റ് ബ്രഷിന് ബാക്ക് സൈഡ് തന്നെ വെച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് തിന്നാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്നാലാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൽ വെയിൻസ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതും ഞാനൊരു ചെറിയ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് തന്നെയാണ് വെയിൻസ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെയിൻസൊക്കെ വരച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കും. അപ്പോൾ ആ വെക്കുന്നതിന് മുന്നായിട്ട് ഒരു ടിഷ്യൂ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ എന്തെങ്കിലും ആ ഒരു പൊന്തിച്ച് വെച്ച ഭാഗങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് ക്ലേയും കൂടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബോട്ടിലിൽ നിന്ന് ഞാനൊരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഓവൽ ഷേപ്പിലോട്ട് ആക്കിയതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് കട്ടർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കട്ട് ചെയ്ത് ജസ്റ്റ് രണ്ട് സൈഡും പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പ് ആക്കിയെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു നമ്മൾ പരത്തിയെടുത്ത ക്ലേയിലോട്ട് വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടായി അങ്ങനെ വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയും പെറ്റൽസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സൈഡൊന്ന് ജസ്റ്റ് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡും തിന്നായിട്ട് വരും. അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്ലേ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ആവരുത്. അപ്പോൾ എപ്പോഴും ക്ലേ ചെയ്യുമ്പോൾ കുറച്ച് പൗഡർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിലിടുന്ന പൗഡർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി വീണ്ടും ഒരു പീസ് എടുത്ത് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ സൈസായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതേപോലെ ഒരു ചെറിയ റൗണ്ട് പീസ് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പെറ്റലുകളെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 6 പെറ്റൽസാണ് വെച്ച് കൊടുക്കുന്നത്. 6 or 7 വെച്ച് കൊടുക്കുക. നമ്മളെടുത്ത ഒരു റൗണ്ട് പീസ് എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച്. എന്നിട്ട് വീണ്ടും കുറച്ച് ഗ്ലൂവും കൂടെ ഇട്ടാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് 2 പെറ്റലിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്തോട്ട് വീണ്ടും പെറ്റൽസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു 3 ലെയർ നമ്മൾ പെറ്റൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ സെയിം തന്നെ ഇപ്പോൾ വെച്ച 2 ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും സെൻറ്ററിലോട്ട് ആദ്യം വെച്ച ലെയറിൻ്റെ സെൻറ്ററിലോട്ട് വരുന്ന വിധത്തിൽ വേണം കേട്ടോ. 2 പെറ്റൽസിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വേണം അടുത്ത ലെയർ വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ പെറ്റൽസും നമ്മളിങ്ങനെ പൊന്തിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നാലാണ് ഒരു അല്ലെങ്കിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെയാണ് ഇരിക്കുക ക്ലേ ഉണങ്ങി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ ലെയറിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മുടെ ഒരു ഫ്ലവർ എങ്ങനെയാണ് പൊന്തി വരേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ താഴത്തെ ഒരു ലെയറിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ലെയർ കണ്ടോ, ടൂത്ത് പിക്ക് വെച്ചൊന്ന് ജസ്റ്റ് പൊന്തിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു റോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു സിലിണ്ടറിക് ഷേപ്പ് പോലെയൊക്കെ തോന്നുന്ന വിധത്തിൽ
ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടിട്ടില്ല ഒരു യെല്ലോ സാധനം, അത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തതാണ്. അത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളതൊന്ന് വെച്ച് ഒട്ടിച്ച് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഇത് കാണില്ലേ, അതിന് വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട് ആ ഒരു ഇങ്ങനെ പൊടി പൊടി പോലത്തെ ഒരു സംഭവമില്ലേ, അത് വരുന്ന വിധത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ ജസ്റ്റ് ഒരു 5 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മൾട്ടി യൂസ് ആയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 5 ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ലീഫും ഇതും അതേപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇനി ഇതിൻ്റെ അടുത്ത പരിപാടികൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പെറ്റൽസ് ഉണങ്ങുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ പൊക്കി പൊക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ. ഫ്ലവറിൻ്റെ ഒരു ലുക്കിലോട്ട് വരും. അപ്പോൾ അത് നമുക്കിത് ഉണങ്ങിയതിന് ശേഷം നോക്കാം. സൈഡുകൾ കണ്ടോ, ആ ഒരു തുമ്പ് വരുന്ന ഭാഗം നമുക്ക് ഒന്നുകൂടെ മടക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, രണ്ടും കണ്ടോ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. ആദ്യമേ ലീഫിൻ്റെ മുകളിൽ എവിടെയാണോ ഫ്ലവർ വെക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് നോക്കിയതിന് ശേഷം ആ ഒരു ഫ്ലവർ വെക്കേണ്ട ഭാഗം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്കിതിൽ ലീഫിന് കളർ കൊടുക്കാം. അതിനായിട്ട് ഞാൻ ലീഫ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ലീഫ് ഗ്രീൻ കൊടുത്തിട്ട് ഫുള്ളായിട്ട് കൊടുത്തെടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ലീഫ് ഗ്രീൻ കൊടുത്തെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്രീൻ കളറാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുത്തെടുക്കാം കേട്ടോ. പല കളറിലും ഗ്രീൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ വിടുന്നതാണ് നല്ലത്, പെയിൻറ്റ് ചെയ്യാതെ കേട്ടോ. അപ്പോൾ ഒട്ടാന്ന് കുറച്ച് നല്ലതാണ്. ഇനി അതിന് ശേഷം കുറച്ച് സാപ്പ് ഗ്രീനും കൂടെ അതിന് മുകളിലോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വെയിൻസ് നമ്മൾ സാപ്പ് ഗ്രീൻ കളർ എന്ന് പറഞ്ഞ കളർ വെച്ചിട്ടാണ് നമ്മൾ വെയിൻസ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നാൽ മാത്രമാണ് അത് വിസിബിൾ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ വെയിൻസ് അടഞ്ഞു പോകാതെ കറക്റ്റായിട്ട് തന്നെ വലിച്ച് കാണുന്ന പോലെ തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ സാപ്പ് ഗ്രീൻ കളർ. അപ്പോൾ ഇതേപോലെ കൊടുത്തെടുക്കുക. അതായത് ഒരു ലൈറ്റ് കളർ കൊടുത്തെടുത്താലും മതി. അതിനുശേഷം നമ്മുടെ ലില്ലി എടുത്തിട്ട് നമ്മൾ വൈറ്റ് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഒന്ന് വൈറ്റ് കളർ ഫുള്ളായിട്ട് വൈറ്റ് കളർ കൊടുക്കുക. ഓൾറെഡി ക്ലേ വൈറ്റ് ആണ് എങ്കിലും വൈറ്റ് കളർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിങ്ക് കളർ എടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ വലിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മുകളിൽ മാത്രം കളർ കൊടുക്കുക. എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് താഴത്തോട്ട് വലിക്കുമ്പോൾ അത് ആ ഒരു വൈറ്റിലോട്ട് ചെന്ന് മേർജ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മളുടെ ലില്ലിയിൽ കണ്ടില്ലേ ഇങ്ങനെ വര പോലെയാണ് തോന്നുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് അധികം സ്മഡ്ജ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഇതേപോലെ വലിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പിച്ച്വായ ആർട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ആ സെൻറ്ററിൽ കൊടുത്തതിന് ഒരു യെല്ലോ കളറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുത്തിട്ടില്ലേ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഹോളിട്ട് കൊടുത്തത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതും അടയാത്ത വിധത്തിൽ തന്നെ ഹോളൊന്നും ആക്കി കൊടുത്തു കേട്ടോ. അത് പെയിൻറ്റ് ചെയ്യുന്നത് പെട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ലീഫ് എടുക്കാനായിട്ട് നമ്മൾ ആ റൗണ്ട് മാർക്ക് ചെയ്തില്ലേ ആദ്യമേ, അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ലില്ലി എടുത്തിട്ട് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം വേണം ഈ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഫെവി ബോണ്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും, ഒട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം സമയം പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഒട്ടിക്കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഒന്നുകിൽ നമുക്ക് ഇതേപോലെ ഒരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ കത്തുന്ന ടൈപ്പ് ക്യാൻഡിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ക്യാൻഡിൽ വെച്ചിട്ട് ബർത്ത്ഡേക്കോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ ക്യാൻഡിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈശോയുടെ അവിടെയൊക്കെ കത്തിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ക്യാപ്പ് വെച്ച് കൊടുക്കുക. നമ്മുടെ മെറ്റലിൻ്റെ ടൈപ്പ് ക്യാപ്പില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് കളറൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്യാൻഡിൽ കത്തിച്ചിട്ട് ഉരുക്കി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉരുക്കി നമ്മൾ ഒഴിച്ചതിന് ശേഷം അതിൽ സ്റ്റിക്ക് ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ക്യാൻഡിൽ ഹോൾഡറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലത്തെ ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യാൻഡിലായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ വെറുതെ വെച്ചിട്ട് ടേബിൾ ഹോൾഡർ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചന്ദനത്തിരി കുത്തിച്ചിട്ട് നമ്മുടെ അഗർബത്തി സ്റ്റാൻഡായിട്ടായാലും ഇതേപോലെ യൂസ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ക്ലേ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ക്യാപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, അങ്ങനെ പെറ്റൽസ് നമ്മൾ ആ ലില്ലിയുടെ പെറ്റൽ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഒരു ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒരു ലീഫ് കട്ട് ചെയ്തിട്ടായാലും നമുക്ക് ചെയ്യാം, ലില്ലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഉണങ്ങിയപ്പോൾ കണ്ടോ ആ ഒരു ലീഫ് കണ്ടോ, കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ പോലെ പൊന്തിയൊക്കെ വന്നത്. അപ്പോൾ ഇതേപോലെ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിലിൻ്റെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ടേബിൾ ഡെക്കോറായിട്ട് വെക്കാം, ഷോ പീസായിട്ട് വെക്കാം, ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ അഗർബത്തി സ്റ്റാൻഡായിട്ടോ കാൻഡിൽ സ്റ്റാൻഡായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മൾട്ടിപർപ്പസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. വീണ്ടും വരും. ബൈ ബൈ. താങ്ക് യു ഓൾ.